നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടകം 31, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലത്തെ 12 രാശിയിലെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം 10ഉം 11ഉം ഭാവത്തിലും, ശനി 6ഉം 7ഉം, രാഹു 5ലും 4ലും ഭാവത്തിലും വരാനിരിക്കുന്ന കാലമാണ്. തൊഴിൽ ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാമൂഹികമായിട്ട് പല അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. ഭവന നിർമ്മാണം ആരംഭിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. പുതിയ ഭവനത്തിൽ താമസയോഗ്യമാകുന്നതാണ്. കച്ചവടത്തിൽ പുരോഗതി വന്നു ചേരുന്ന ഒരു കാലമാണ്. ചെറുകിട സംരംഭമായാലും വൻകിട സംരംഭമായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം. വരുമാനം വർദ്ധിക്കാനുള്ള പല മാർഗങ്ങളും നിങ്ങൾ സ്വീകരിക്കുകയും വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് മൂലം ധനനേട്ടവും അതുപോലെ തന്നെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് വാഹനം, വ്യവഹാരം ഇവയൊക്കെ വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക. കലഹം, തർക്കങ്ങൾ, വ്യവഹാരം ഇവയ്ക്കൊന്നും മുതിരാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾ ഏത് കാര്യത്തിലാണെങ്കിലും തർക്കത്തിലൊക്കെ ഇടപെട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു സന്ദർഭം ലഭിക്കാതിരിക്കാം. മാനസികോല്ലാസം ഉണ്ടാക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. അംഗങ്ങളുമായിട്ട് രമ്യതയിൽ വർത്തിക്കുന്നതും നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നതും വളരെ നന്നായിരിക്കും. തൊഴിൽ രംഗത്ത് ഉന്മേഷം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസവും അലസതയും മടിയൊക്കെ മാറ്റിവെച്ച് ആത്മവിശ്വാസം കൂട്ടുന്നത് മൂലം തൊഴിൽ രംഗത്ത് ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ ഒരു വർഷം. നിങ്ങളുടെ കഠിന പരിശ്രമം വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വരാനുള്ള അവസരങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. വിവാഹം കഴിയാത്ത യുവജനങ്ങൾക്ക് വിവാഹയോഗം വന്നു ചേരുന്നുണ്ട് ഗോചരവശാൽ. വർഷാവസാനം കാര്യവിജയം, ഉന്നതരുമായിട്ടുള്ള സൗഹൃദം, ധനലാഭം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ഗുണാനുഭവങ്ങൾ തുലാം രാശിക്കാർക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതിനും ദോഷാനുഭവങ്ങൾ കുറയുന്നതിനുമായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസം ദേവീ ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസം ദേവീ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് മുരുകന് വഴിപാടുകൾ, മുരുകൻ്റെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും വർഷത്തിൽ ഒരിക്കലെങ്കിലും പഴനിമല ദർശനം നടത്തുന്നതും ഒക്കെ തുലാം രാശിക്കാർക്ക് വളരെ ഉത്തമമായിരിക്കും.